നിന്നെഴുതുന്നുണ്ട്. ഗുരുവായൂരപ്പൻ ചക്രവർത്തി പക്ഷെ നിന്നെഴുതുന്നുണ്ട്. നിന്ന് എഴുതുന്നതും ഇരുന്ന് എഴുതുന്നതാണെങ്കിലും മൂർത്തിക്ക് വ്യത്യാസമില്ല. ആ ആളെങ്ങനെ എഴുതുന്നത് ബദരിയിൽ അങ്ങനെയാണ്. ബദരിനാഥൻ തപസ് വിട്ട് പുറത്തു വരുന്നില്ല. പുറത്തേക്ക് ഭക്തരെ കാണാൻ എഴുതുന്നത് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് ഉദ്ധവനമാണ്. എന്തിന്? ഭഗവാന്റെ അമ്മയെ പ്രതിഷ്ഠിച്ചിട്ട് സ്ഥലമുണ്ട്. ആ പർവ്വതത്തിന്റെ കുറെ വാങ്ങിയിട്ട് ആർമി ക്യാമ്പുകൾ നടന്നു പോകണം. പെട്ടെന്ന് എത്താൻ പറ്റില്ല, ചിലപ്പോൾ അനുവദിക്കില്ല. ആ സ്ഥലത്തേക്ക് എഴുതുന്നത് പോലും ഉദ്ധവനാണ്. നമ്മൾ ബദരിയിലെ ഉത്സവമൂർത്തി എഴുതുന്ന ഫോട്ടോകളിൽ കാണുന്നത് ഉദ്ധവനാണ്. ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് അല്ല, ഭഗവാൻ തന്നെ ആയിട്ട് ഭക്തൻ മറ്റു ഭക്തരുടെ അടുത്തേക്ക് അവരെ സ്പർശിക്കാൻ പോവാൻ അനുഗ്രഹിക്കാൻ പോകുന്ന ആ ഭക്തന്റെ ഭാഗ്യത്തിലേക്ക് അപ്പോ ഭാഗവതത്തിന്റെ 11ാമത്തെ സ്കന്ധത്തില് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഗീതയാണ് ഉദ്ധവഗീത. ഭഗവാൻ അനവധി ഗീതകൾ, ഭഗവത്ഗീത, അനുഗീത, ഉത്തരഗീത, അത് 3 മഹാഭാരതത്തിൽ പറഞ്ഞു. ഒന്ന് യുധിഷ്ഠിരനും ഒന്ന് അർജുനനും പറഞ്ഞു കൊടുക്കുന്നതായിട്ട്. അതിൽ ചില ടെക്സ്റ്റുകൾ, മഹാഭാരതത്തിലെ ചില പ്രസംഷൻ ടെക്സ്റ്റുകളിൽ 3 അർജുനനെയാണ് പറഞ്ഞത്. 2 പൊതുവായിട്ട് നമുക്കറിയാം. ഒന്നിൽ യോഗവിദ്യ, ഒന്നിൽ ഭഗവത്ഗീതയ്ക്ക് അനുബന്ധം പറയും. ഭഗവത്ഗീത ഹൗ ടു ബി സക്സസ്ഫുൾ ആണെങ്കിൽ ഹൗ ടു റിമെയിൻ സക്സസ്ഫുൾ ആണ് ബാക്കി ഗീതകൾ വരും. ഉദ്ധവഗീത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സക്സസ് ഒക്കെ അനുഭവിച്ചതിന് ശേഷം ആധ്യാത്മികതയുടെ സക്സസിലേക്ക് എങ്ങനെ കയറി പോവാം, ഭഗവാന്റെ അവസാനത്തെ കൈപിടിച്ച് കേൾക്കാം. ഉദ്ധവഗീതയിലെ ഏറ്റവും സന്തോഷം തരുന്ന അല്ലെങ്കിൽ മനസ്സിനെ നമുക്ക് തുറപ്പിച്ച് തരുന്ന ഭഗവാന്റെ ചില വഴികളുണ്ട്. ഇന്നിപ്പോൾ അതിലേക്കല്ല പോകുന്നു, എന്നാലും അതൊന്നും അനുസ്മരിച്ച് തരികയില്ല. ഭഗവാൻ പറയുന്നത് ഉദ്ധവാദി വളർത്തി കാണുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. അതിനെ ഞാൻ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ വിളക്ക് സൃഷ്ടിക്കപ്പെടും, നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് സ്ഥിതി ചെയ്യും. കണ്ണെടുത്തു കഴിഞ്ഞാൽ അത് സംഭരിക്കപ്പെടും. വാസ്തവത്തിൽ ഈ ലോകത്തിൽ ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല, നിലനിൽക്കുന്നില്ല, നശിക്കുന്നില്ല. സൃഷ്ടിക്കണമെന്ന് തോന്നുന്നത് ബ്രഹ്മാവിന്റെ, നിലനിൽക്കണമെന്ന് തോന്നുന്നത് വൈഷ്ണവിമായ, നശിപ്പിക്കണമെന്ന് തോന്നുന്നത് ശാങ്കരിയുമായ. ഒന്നും 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 ശാശ്വതമല്ല. പിന്നെ എന്താണുള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഞാൻ 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 ഗീതയിലും ഉദ്ധവഗീതയിലും പറയുമ്പോ ഇവിടെ നമ്മുടെ ഭക്തി പ്രസ്ഥാനക്കാര് പറയുന്നത് പോലെ അത് ഓടക്കോളിൽ പിടിച്ച് വീതി വെച്ച് ദേവനെ പ്രസവിച്ചാൽ